ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പൈപ്പ് ക്ലീനർ ഉപയോഗിച്ച് ഈസി ആൻഡ് ക്യൂട്ടായിട്ടുള്ള 6 ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പൈപ്പ് ക്ലീനർ കൊണ്ട് ഒരു അടിപൊളി ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സിസറോ ഗമ്മോ ഒന്നും വേണ്ട. എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറിലുള്ളൊരു പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് അത് രണ്ടായിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. നമ്മൾ ബട്ടർഫ്ലൈ റിംഗ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ റിംഗ് ഫിംഗറിൻ്റെ അളവിൽ ആ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് ഇതേപോലെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സൈഡിൽ നിന്നും അതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കുമ്പോൾ തന്നെ അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് തിരിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്ത ഭാഗം താഴോട്ടേക്കായിട്ട് പിടിക്കുക. ബാക്കിയുള്ള പൈപ്പ് ക്ലീനറിൻ്റെ ഭാഗം രണ്ട് വശത്തോട്ടും ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അളവെടുത്തിരിക്കുന്ന റിങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം മാത്രം താഴത്തേക്കാക്കി കൊടുക്കുക. എന്നിട്ട് രണ്ട് വശത്തു നിന്നും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കി കഴിഞ്ഞതിന് ശേഷം പതുക്കെ അതൊന്നിങ്ങനെ തിരിച്ചെടുക്കാം. രണ്ട് വശവും അതേപോലെ തന്നെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ പൈപ്പ് ക്ലീനറിൻ്റെ ഇത് കിട്ടും. അത് മുകളിലേക്കാക്കിയിട്ട് വെക്കാം. ഇതാ നോക്കി എത്ര പെട്ടെന്നാണ് നമ്മളൊരു ബട്ടർഫ്ലൈനെ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ അതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇതേപോലെ കുട്ടി കുട്ടി ബട്ടർഫ്ലൈസ് ഉണ്ടാക്കി എടുക്കാം. നമുക്ക് റിങ്ങായിട്ട് മാത്രമല്ല കേട്ടോ, കുട്ടി കുട്ടി ഫ്രെയിംസ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വോൾ ഡെക്കേഴ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ. ഇനി പൈപ്പ് ക്ലീനർ കൊണ്ട് ഒരു അടിപൊളി ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരേ കളറിലുള്ള 3 പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് അത് രണ്ടായിട്ട് അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിനുശേഷം സിസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെയും ഹാഫായിട്ട് അതേപോലെ ഇങ്ങനെ രണ്ടായിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് തന്നെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന എക്സ്ട്രാ പീസ് ഇതേപോലെ ഇങ്ങനെ തിരിച്ച് താഴത്തേക്ക് ആക്കിയിട്ട് കൊടുക്കാം. ഇനി ബാക്കി വരുന്ന പൈപ്പ് ക്ലീനർ എല്ലാം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് സിസർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകൾ വശം മാത്രം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അതേപോലെ ഇങ്ങനെയൊന്ന് വിടർത്തിയെടുക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കഴിയുമ്പോൾ പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുക. എല്ലാം അതേപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാം മടക്കി കഴിയുമ്പോൾ പതുക്കെ അതൊന്ന് അതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിലെ ഭാഗം സെറ്റ് ചെയ്യുന്നതിനായിട്ട് യെല്ലോ കളറിൽ ഒരു പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് അത് അതേപോലെ ചുരുട്ടി കൊണ്ടുവരാം. എന്നിട്ട് അത് കഴിയാറാവുന്ന സമയത്ത് അതിന് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ അതേപോലെ ഒന്നിങ്ങനെ എടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഫ്ലവറിലേക്ക് വെക്കാം. ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തിലേക്കായിട്ട് വെക്കാം. ഇനി ബാക്കി വരുന്ന പൈപ്പ് ക്ലീനർ ഇത് അതേപോലെ ഫസ്റ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിലേക്കായിട്ട് ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റെമ്മ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് അത് രണ്ടായിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി ആ ബ്ലൂ കളർ കാണാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിലൂടെ അതേപോലെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. നമുക്ക് ആ കളർ തന്നെ മതി എന്നുള്ളവർ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അതേപോലെ ഇങ്ങനെ ഗ്രീൻ കളർ ചുറ്റിയെടുക്കാം. ഇതിലേക്കുള്ള ലീഫ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് അത് രണ്ടായിട്ട് മടക്കി കട്ട് ചെയ്തെടുക്കുക. അതിലൊരു പോർഷൻ എടുത്ത് അത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇത് അതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അടുത്ത വശവും അതേപോലെ തന്നെ ചെയ്തെടുക്കാം.
എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ലുക്കിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ലൊരു ഫ്ലവേഴ്സിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്രാഫ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പൈപ്പ് ക്ലീനർ കൊണ്ട് ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രാഗൺ ഫ്ലൈ. നമുക്ക് ഇഷ്ടമുള്ള 2 കളറിലുള്ള പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ അളവിലാണ് ഞാൻ ഈ കൈ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് പോലെ ചുറ്റി എടുക്കാം. ഇപ്പം ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനി നമുക്ക് ഏത് കളറാണോ മുകളിൽ വേണ്ടത് ആ കളർ ഫുള്ളായിട്ട് ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇനി ബാക്കി വരുന്ന പൈപ്പ് ക്ലീനർ സിസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഹെഡ് പോർഷൻ സെറ്റ് ചെയ്യുന്നതിനായിട്ട് അതിങ്ങനെ 2ആക്കി മടക്കി കൊടുക്കുക. അതിന് ശേഷം അതേപോലെ ഇങ്ങനെ മടക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് യെല്ലോ കളർ പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഹെഡ് പോർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റാണ് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചിറക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് യെല്ലോ കളറിലുള്ള ഒരു പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് അത് 2ആയിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 സെൻറ്റിമീറ്ററിലാണ് അളവിലാണ് ചെയ്യുന്നത്. അതങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന പൈപ്പ് ക്ലീനർ താഴോട്ടേക്കായി താഴെയും ഒന്ന് ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. എക്സ്ട്രാ വരുന്ന ഭാഗം സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ 3 എണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇനി കാലുകളുടെ ഭാഗം സെറ്റ് ചെയ്യാനായിട്ട് 3 സെൻറ്റിമീറ്റർ അളവിൽ യെല്ലോ കളറിലുള്ള പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ അളവിലാണ് അതേപോലെ ഇങ്ങനെ അത് മടക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു ലാമ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ 2 സൈഡും അതേപോലെ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഒരു കാല് പോലെ, തുമ്പിയുടെ കാല് പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ പാർട്സ് എല്ലാം ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഹെഡ് പോർഷൻ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഹെഡ് പോർഷനിൽ ഫ്രണ്ടിലായിട്ട് 2 ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചിറകിൻ്റെ ഭാഗം സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം 2 ചിറകുകളും ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് സെൻറ്ററിൽ ഗ്ലൂ ആക്കി ബോഡിയിലേക്ക് അതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡും അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ചെയ്തെടുത്ത കാലുകളും ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം ഞാൻ വെറുതെ ചെയ്യുന്നതാണ്. ഒരു യെല്ലോ കളറ് പൈപ്പ് ക്ലീനർ എടുത്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് വാലിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബീഡ്സൊക്കെ ഒന്ന് വെച്ച് കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. മൾട്ടി യൂസസ് ഉള്ളൊരു പൈപ്പ് ക്ലീനർ ക്രാഫ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് ഒരേ സമയം ഹെയർ ബാൻഡായിട്ടും അതേപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് 6 പൈപ്പ് ക്ലീനേഴ്സാണ് വേണ്ടത്. പിന്നെ ഒരു സ്ട്രോയോ പെന്നോ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പൈപ്പ് ക്ലീനർ എടുത്ത് അത് അതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന 5 പൈപ്പ് ക്ലീനറും ഇതേപോലെ തന്നെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. നല്ല കളേഴ്സിൽ വെച്ച് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഈ കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ വെച്ചിട്ട് ചെയ്യുന്നത്. എല്ലാം ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പൈപ്പ് ക്ലീനർ കൂടി എടുക്കുക. എന്നിട്ട് അതിലൊക്കെ ഓരോന്നായിട്ട് അതേപോലെ ഇങ്ങനെ കോർത്തെടുക്കാം.
എല്ലാം ചെയ്തെടുത്തതിന് ശേഷം രണ്ടറ്റവും അതേപോലെ ഒന്നിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ഉള്ള ഭാഗം സിസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ബീഡ്സും സ്റ്റോൺസൊക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുട്ടി കുട്ടി ബീഡ്സോ സ്റ്റോൺസൊക്കെ വെച്ച് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. 2 മിനിറ്റ് പോലും വേണ്ട നമ്മുടെ ഈ മൾട്ടി യൂസസ് ആയിട്ടുള്ള പൈപ്പ് ക്ലീനർ ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി അടുത്ത ക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാമല്ലേ. ബട്ടർഫ്ലൈ റിംഗ് ഉണ്ടാക്കിയെടുത്തു. ഇനി അതേപോലെ തന്നെ ഒരു ഫ്ലവർ റിംഗ് കൂടി ഉണ്ടാക്കി. അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള 3 പൈപ്പ് ക്ലീനേഴ്സ് എടുക്കാം. ഇനി അത് നമ്മുടെ റിംഗ് ഫിംഗറിലേക്കായിട്ട് വെക്കാം. ഇനി അതിൻ്റെ അളവിൽ അതേപോലെ ഒന്നിങ്ങനെ ചുറ്റിയെടുക്കാം. ഇനി എല്ലാം ഇതേപോലെ ഒന്നിങ്ങനെ വിടർത്തിയെടുക്കുക. വിരലിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, അത് നമുക്ക് ഊരി കഴിഞ്ഞിട്ട് ചെയ്താലും മതി. ഇനി ഓരോന്നായിട്ട് ഇതാ അറ്റത്ത് നിന്ന് ഇതേപോലെ ചുറ്റി ചുറ്റി കൊണ്ടുവരാം. എല്ലാം ഒരേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലെ ഭാഗം സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ഒരു പൈപ്പ് ക്ലീനർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഗ്യാപ്പിലൂടെ അതിങ്ങനെ മുകളിലേക്കായിട്ട് കൊണ്ടുവരാം. എന്നിട്ട് അത് അതേപോലെ ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊടുക്കാം. അറ്റം വരെ പിരിച്ച് പിരിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്കായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം. റൗണ്ട് ചെയ്ത് ഇതേപോലെ താഴോട്ടേക്കായിട്ട് കൊണ്ടുവരാം. എന്നിട്ട് അതിൻ്റെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ഫ്ലവർ റിങ്ങും സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് റിങ്ങായിട്ട് മാത്രമല്ല കീ ചെയിനായിട്ട് കൂടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതും നമുക്ക് പല കളറിൽ പല സൈസിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇനി നമുക്ക് ഒരു ക്രാഫ്റ്റ് കൂടിയുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. പൈപ്പ് ക്ലീനർ കൊണ്ടൊരു ലോലിപോപ്പ്, അതാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിനായിട്ട് 2 കളറിലുള്ളൊരു പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് അത് അതേപോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അറ്റം വരെ ഇതേപോലെ തന്നെ ചുറ്റിയെടുക്കാം. ഫുള്ളായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ ഒരറ്റത്ത് നിന്ന് ഇതേപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി ചുറ്റി എടുക്കാം. ഇനി ഇതിൻ്റെ അറ്റം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് സെറ്റായി. ഇനി അതിലേക്കുള്ള സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പൈപ്പ് ക്ലീനർ എടുത്ത് അത് 2ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം അത് വീണ്ടും 2ആയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. എന്നിട്ട് അത് ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇനി അതിൻ്റെ അറ്റം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭാഗത്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലോലിപോപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെക്കാനായിട്ട് ചെറിയൊരു ബോയ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് അതേപോലെ ഒരു പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 അറ്റത്തിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി ഒരു പൈപ്പ് ക്ലീനർ കൂടി എടുത്തിട്ട് അതേപോലെ ഇങ്ങനെ 2ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ലോലിപോപ്പിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ ലോലിപോപ്പും സെറ്റായിട്ടുണ്ട്.
പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടി കുട്ടി ക്രാഫ്റ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ബൈ.